നമസ്കാരം. ജനപ്രിയ പരിപാടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. ആദ്യ നാൾ മുതൽ തന്നെ മലയാളികൾക്കിടയിൽ ചർച്ചയായി മാറാൻ ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ട്. ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട രണ്ട് പേരുകളാണ് ജാസ്മിനും ജിൻഡോയും. തുടക്കം മുതൽ തന്നെ പരസ്പരം മത്സരിക്കുന്നവരാണ് ജിൻഡോയും ജാസ്മിനും. ഇരുവരും തമ്മിൽ അടിയുണ്ടാക്കിയതിന് കണക്കില്ല. ഇന്നലെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അതേസമയം തർക്കത്തിനിടെ ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞൊരു പ്രയോഗം ചർച്ചയായി മാറിയിരിക്കുകയാണ്. കാക്കേ പറന്നുപോ എന്ന ജാസ്മിന്റെ വാക്കുകളാണ് വിവാദമായി മാറിയിരിക്കുന്നത്. ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ നടത്തിയ വർണ്ണവിവേചനമാണെന്നാണ് വിമർശനം. അതേസമയം ജാസ്മിൻ പൊതുവെ മുതിർന്നവരെ കാക്ക എന്ന് വിളിക്കുന്നയാളാണെന്നും അത്തരത്തിൽ നടത്തിയ പരാമർശം മാത്രമാണെന്നാണ് താരത്തെ അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. കാക്കേ പറന്നുപോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ ഉപയോഗിച്ചു എങ്കിൽ അതൊരു റേഷ്യൽ പരാമർശം തന്നെയാണ്. പുറമെ തൊലിവെളുപ്പും ആഢ്യത്വവും കാണിക്കുന്ന ജാസ്മിനെയും ഗബ്രിയെയും പോലെയുള്ളവർ ഇന്നും മനസ്സിൽ അയിത്തവും തീണ്ടലും കൊണ്ട് നടക്കുന്നവർ ആണ്. ഗബ്രി പണ്ട് പറഞ്ഞ ഇയാളെ തൊട്ടാൽ കൈ കഴുകണമല്ലോ എന്ന സ്റ്റേറ്റ്മെന്റ് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. രതീഷിനെയും ഇവൾ കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ പേർ ന്യായീകരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ജിൻഡോയും ഒരുപാട് റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം ഞാൻ എതിർത്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, തെറ്റ് ചെയ്തപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജിൻഡോയ്ക്കെതിരെ തെറ്റുകൾ നടക്കുമ്പോൾ അതും തുറന്നു പറയാറുണ്ട് ഞാൻ. 10ാം ക്ലാസ്സും ബാറിലെ ജോലിയുമൊക്കെയായി നടന്ന ഒരാളുടെ സോഷ്യൽ ലിറ്ററസി അല്പം കുറവായിരിക്കും. ജാസ്മിനെ പോലെ പഠിപ്പും സംസാരിക്കാനുള്ള കഴിവും ഒന്നും ജിൻഡോയ്ക്കില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത്. സംസാരിക്കാൻ അറിയുന്ന പഠിപ്പുള്ള ഒരു ന്യൂജൻ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ തെറ്റാണ്. ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ജിൻഡോയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അതിനെ വിമർശിക്കുകയും തിരുത്തണം എന്ന് പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒറ്റ ജാസ്മിൻ സപ്പോർട്ടർ പോലും ജാസ്മിൻ ചെയ്ത തെറ്റുകളെ വിമർശിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഇത്തരക്കാരുടെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടണമെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഈ വിഷയത്തിൽ ജാസ്മിനെ അനുകൂലിച്ചും ആരാധകരെത്തുന്നുണ്ട്. ജാസ്മിൻ തെറ്റായ പരാമർശം നടത്തിയിട്ടില്ലെന്നും ജാസ്മിൻ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്നുമാണ് താരത്തെ അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.